ആപ്കി അദാലത്തിൽ ഹർദീപ് സിംഗ് പൂരി മേൽ ചുമത്തപ്പെട്ട അടുത്ത കുറ്റാരോപണം ഇദ്ദേഹം രാഷ്ട്രീയത്തിൽ ബാക്ക്ഡോർ മുഖേന വന്ന വ്യക്തിയാണ് എന്നുള്ളതാണ്. ഹർദീപ് സിംഗ് സാർ, താങ്കളിപ്പോൾ എവിടെയാണോ ഉള്ളത് ആ സ്ഥലത്തേക്ക് വന്ന് ചേരുവാൻ വേണ്ടി, അതായത് മന്ത്രിയാവാൻ വേണ്ടി ശരിക്കും ബുദ്ധിമുട്ടിയോ? അതായത് പാർട്ടിയുടെ പോസ്റ്റർ ഒട്ടിക്കണം, സ്റ്റേജ് ഇടണം, അതുപോലെ മൈക്കിന്റെ മുന്നിൽ നിന്ന് സംസാരിക്കണം, നേതാക്കന്മാരെ കണ്ട തൊഴുതു നിൽക്കണം. പക്ഷേ താങ്കൾ നേരെ പിൻവാതിലിലൂടെ അകത്തേക്ക് കയറി മന്ത്രി സീറ്റിലേക്ക് അങ്ങ് ഇരുന്നു. അതായത് ഇതെല്ലാം സമയത്തിൻ്റെ ഒരു വിഷയമാണ്. ഈ പോസ്റ്റർ ഒട്ടിക്കുന്ന ജോലി ഞാനിതൊക്കെ യൂണിവേഴ്സിറ്റി പഠിക്കുമ്പോഴേ ചെയ്തു കഴിഞ്ഞു. അതോടൊപ്പം അതായത് പറഞ്ഞതുപോലെ മന്ത്രികളുടെ വീട്ടിലേക്ക് പോകുന്നത്, ഈ രാഷ്ട്രീയക്കാരൊക്കെ മന്ത്രിയുടെ വീട്ടിലേക്ക് പോകുന്നത്, ഈ ഫംഗ്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് വിഷ് ചെയ്യുന്നത്, അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ കഷ്ടപ്പെടുന്ന കാര്യത്തിൽ ഞാൻ മറ്റുള്ളവരുടെ അത്ര ആ സ്ഥാനത്തിലേക്ക്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ BJPയുടെ വലിയ വലിയ ലീഡേഴ്സ് ഫോറിനിൽ പോകുന്ന സമയത്ത് താങ്കളുടെ വീട്ടിലാണ് വന്ന് താമസിക്കുന്നത്. അവരെ നോക്കുന്നത് രാഷ്ട്രീയ പ്രജ എന്ന രീതിയിൽ ഞാൻ ചെയ്തു എന്നാണ് നിങ്ങൾ പറയുന്നത്. പക്ഷെ അങ്ങനെയൊന്നുമില്ല. അദ്വാനി ആ കാലത്ത് BJPയുടെ ഒരു സൂപ്പർ ലീഡർ ആയിരുന്നു. അദ്ദേഹവും താങ്കളുടെ വീട്ടിൽ വന്ന് താമസിച്ചിട്ടുണ്ട്. ഡിപ്ലോമസിയും രാഷ്ട്രീയവും രണ്ടും ഒന്നിച്ച് താങ്കൾ കൊണ്ടുപോയിട്ടുണ്ട്. ഡൽഹിയിലെ സമയത്ത് BJPയുടെ ഭരണമല്ലായിരുന്നു. ഞാൻ ആ സമയത്ത് മന്ത്രിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരണമെന്നൊന്നും അല്ലായിരുന്നു. അദ്വാനിജിയെ കൂട്ടിക്കൊണ്ടുവന്നതിൻ്റെ കാരണം കമലാജി ചെക്കപ്പൊക്കെ ചെയ്യേണ്ടിയുണ്ടായിരുന്നു. ഞങ്ങൾ കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തു. അവർ ഞങ്ങളുടെ കൂടെ വന്നു. അവർ വന്നത് ഡെലിഗേഷൻ സൈഡിലായിരുന്നു. അവർക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഗവൺമെൻറ് സൈഡിൽ നിന്ന് വലിയ ഹോട്ടൽ കിട്ടിയിട്ടുണ്ടാകും. അതുപോലത്തെ ഒരുപാട് പേരുണ്ട്. അവരുടെ പേരൊക്കെ എന്നെ കൊണ്ട് ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ പറയാൻ കഴിയില്ല. മിസ്സസ് ജസ്വാൻ സിംഗ് ഉണ്ടായിരുന്നു. അതോടൊപ്പം കോൺഗ്രസിൻ്റെ നേതാവും ഉണ്ടായിരുന്നു. മധ്യപ്രദേശിന്റെ ദിഗ്സിംഗ് സാറും വന്നിരുന്നു. ഇത് പോളിറ്റിക്സിന് വേണ്ടിയല്ല. അംബാസിഡറിന് എന്തുകൊണ്ട് വലിയ വീട് കൊടുക്കുമെന്ന് വെച്ചാൽ ഒഫീഷ്യൽ എന്റർടൈൻമെന്റ്, ഒപ്പം ഒഫീഷ്യൽ ജനങ്ങളെ വീട്ടിൽ കൂട്ടിക്കൊടുന്ന് താമസിപ്പിക്കാൻ വേണ്ടിയാണ്. എനിക്കും ലക്ഷ്മിക്കും ഇത്രയും വലിയ വീട് തന്നതിന്റെ കാര്യം ഗവൺമെന്റ് ഒഫീഷ്യൽ പേർപ്പസിന് വേണ്ടിയും എന്റർടൈൻമെന്റിന് വേണ്ടിയും മാത്രമാണ്. അടൽജിയെ ടോക്കിയോയിൽ താങ്കളുടെ കാറിൽ തന്നെ താങ്കൾ ആഹാരം കഴിക്കാൻ കൊണ്ടുപോയിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ എൻ്റെ ഭാഗ്യം, ഞാൻ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോൾ ആ സമയത്ത് എൻ്റെ അവിടെ കൊളീഗ് ഒരാളുണ്ടായിരുന്നു. PMOയിലെ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു, അശോക് സേക്കിയാർ. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പഠിക്കുമായിരുന്നു. വാജ്പേയിജി, അദ്വാനിജി, അവർ രണ്ടുപേർക്കും സിനിമ കാണുന്നത് വളരെ ഇഷ്ടമാണ്. ചില സമയങ്ങളിൽ അശോക് സേക്കിയാർ എന്നെ വിളിക്കുമായിരുന്നു. അദ്ദേഹം ചോദിക്കുന്നത് ഡിലേറ്റിൽ ചെന്ന് ആരാണ് ടിക്കറ്റ് വാങ്ങുക എന്നുള്ളതിനെക്കുറിച്ചായിരുന്നു. 3 വീലർ ആരെ കൊണ്ടുവരിക എന്ന ഡിസ്കഷനിലായിരിക്കും. അത്രയ്ക്കും അധികം ഫ്രണ്ട്ഷിപ്പായിരുന്നു. ടോക്കിയോയിലേക്ക് വാജ്പേയിജി വരുമ്പോൾ അദ്ദേഹം ഫോറിൻ മിനിസ്റ്ററി ആയിരുന്നു. അദ്ദേഹം ഫുൾ സെക്യൂരിറ്റിയോട് കൂടിയാണ് വരിക. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അശോക് മുംബൈ അദ്ദേഹത്തിൻ്റെ PS ആയിരുന്നു. അപ്പോൾ അശോക്, ലക്ഷ്മി, നമ്മളൊക്കെ ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞു. ആ സമയത്ത് എൻ്റെ അടുത്ത് ഹോണ്ട സിറ്റി വണ്ടിയുണ്ടായിരുന്നു. അതിലിരുത്തിക്കൊണ്ട് എല്ലാവരെയും ഞാൻ ടോക്കിയോ സിറ്റി മുഴുവനും ചുറ്റിക്കാണിച്ചു. താങ്കൾ പല കാര്യങ്ങളും ചെയ്തു, ചുറ്റിക്കാണിച്ചു, എന്നിട്ട് അവസാനം വീട്ടിൽ കൊണ്ടുപോയി. ഇതിൻ്റെയൊക്കെ പ്രയോജനം ഇപ്പോൾ കിട്ടുന്നുണ്ടോ ഇല്ലയോ? ഫലവും ലഭിച്ചു, കുറച്ച് നഷ്ടവും കിട്ടി. അതായത് ഞാനിന്ന് നിങ്ങൾക്ക് ഭക്ഷണം തന്ന് അത് നിങ്ങൾ അതിനുശേഷം പ്രൈം മിനിസ്റ്ററായ എനിക്ക് പ്രോഫിറ്റ്. ഒരുപക്ഷെ നിങ്ങൾക്ക് പകരം വേറെ ആരെങ്കിലും പ്രൈം മിനിസ്റ്റർ ആയാൽ അതുകൊണ്ട് യാതൊരു നഷ്ടവും സംഭവിക്കാൻ പോകുന്നില്ല. അതായത് അതിനെ നമ്മുടെ കൾച്ചർ സിവിലൈസേഷൻ വാല്യൂ എന്ന് പറയും. ഓക്കെ, മോദിജി പ്രധാനമന്ത്രി ആയതിനു ശേഷം താങ്കൾക്ക് എങ്ങനെയാണ് അദ്ദേഹത്തെ മനസ്സിലായത്? കാരണം അത് എങ്ങനെ അറിഞ്ഞെന്ന് വെച്ചാൽ, ഞാൻ ജനങ്ങളുടെ മുമ്പിലും ആപ്കി അദാലത്തിന് മുമ്പിലും ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എനിക്ക് ലണ്ടനിലെ പോസ്റ്റിംഗ് കിട്ടി. ലണ്ടൻ പോകുന്നതിന് മുമ്പ് എൻ്റെ കൂട്ടുകാരൻ ഒരാൾ, ക്ലോസ് ഫ്രണ്ട് അരുൺജി ഉണ്ടായിരുന്നു. അദ്ദേഹം ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ വിളിച്ചിരുന്നു 1999. ആ സമയത്ത് അന്ന് ആ ലഞ്ചിന് മോദിജിയും വന്നിരുന്നു. പിന്നെ അവിടെ കുറേ പേരുമുണ്ടായിരുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അരുൺജിയുടെ ഈ ലഞ്ച് മുഖേന എനിക്ക് BJPയിൽ വളരെ ഫേമസ് ആയ ഒരു MP ഉണ്ടായിരുന്നു. അദ്ദേഹം സെൻറ്റ് സ്റ്റീവൻ കോളേജിൽ എൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു, ശോഭൻ ദാസ് ഗുപ്ത. അരുൺജിയുടെ ശീലം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം എന്തെങ്കിലും ഗ്യാതറിങ്ങിലുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ സൈഡിലായിരിക്കും മുഴുവൻ ക്യാമറ ടൈമും. ആ സമയത്ത് അരുൺജി ബാത്റൂമിലേക്ക് പോയി. ആ സമയത്ത് ദൂരത്തുനിന്ന് ശോഭൻജി വിളിച്ചു. എന്നിട്ട്, സർദാർ, എടാ സിംഗേ, നിനക്ക് ഇപ്പോഴാണ് പറയാനുള്ള ചാൻസ്, അല്ലെങ്കിൽ അദ്ദേഹം തിരിച്ചു വന്നേക്കെന്ന് പറഞ്ഞു. സോ
ഇതൊക്കെ 1999 നടന്ന വിഷയങ്ങളാണ്. ആ സമയത്ത് നരേന്ദ്രമോദി ആ സമയത്ത് അത്ര അദ്ദേഹം വലിയ വലിയ ആളൊന്നുമല്ലല്ലോ. ആളൊന്നുമല്ല. മോഡിജി വന്നത് നമ്മുടെ ഗുഡ് ഫോർ ട്യൂൺ, നമ്മുടെ ഭാഗ്യം എന്ന് പറയാം. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അദ്ദേഹം അന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ലണ്ടനിലേക്ക് പോകുന്നു, ഞാൻ തീർച്ചയായും വരുമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഇവിടെ ഉള്ളപ്പോൾ അദ്ദേഹത്തിനെ കൊണ്ട് ലണ്ടനിലേക്ക് വരാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ ജനീവയിലേക്ക് പോയതിന് ശേഷം എനിക്ക് അവിടുന്ന് ഫോൺ വിളി വന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ലണ്ടനിലേക്ക് വരാൻ കഴിഞ്ഞില്ല, പക്ഷേ ഞാൻ ജനീവയിലേക്ക് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ശ്യാംജി പിന്നെ കിഷൻജിയോടൊപ്പം ആഷസ് ജനീവയിലെ സിമൻട്രിയിലായിരുന്നു. അദ്ദേഹം അത് വാങ്ങാൻ, ആ സമയത്ത് അദ്ദേഹം ഗുജറാത്തിൻ്റെ CM ആയിരുന്നു. ആൻഡ് അദ്ദേഹം അന്ന് മുതൽ ജനറസ് ആയിരുന്നു. പക്ഷേ ഞാൻ തീർച്ചയായും പറയും, അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ കണ്ട ക്വാളിറ്റി ഇവിടെ കുറച്ച് ആളുകളുടെ അടുത്ത് മാത്രമേ ഉള്ളൂ. ഞാൻ പറയുന്നത് സത്യമാണ്. BJP ഭരണത്തിൽ, അതായത് മോദി ഭരണത്തിൽ താങ്കൾ എങ്ങനെയാണ് ഒരു മന്ത്രിയായത്? ആദ്യം അത് പറ. ഇതെങ്ങനെയാന്ന് വെച്ചാൽ, ഒരു ദിവസം എന്നെ അവർ വിളിച്ചിരുന്നു. അതായത് സാർ നിങ്ങളെ കാണണമെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു. സഞ്ജയ് ഭവൻ സാറിൻ്റെ അടുത്ത് നിന്നാണ് വിളി വന്നത്. ഞാൻ ആ സമയത്ത് കൊളംബോയിലായിരുന്നു. ഞാനപ്പോൾ ഇന്ത്യൻ ഓഷൻ കോൺഫറൻസ് അറ്റൻഡ് ചെയ്യുമായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞത് എനിക്കിപ്പോൾ സമയമില്ല, ഈ ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം വന്ന് കാണാമെന്ന് പറഞ്ഞു. അതിന് അദ്ദേഹം അല്ലല്ല ഇപ്പം തന്നെ വന്ന് കാണാൻ പറഞ്ഞു. ഞാനും അതിന് ഓക്കെ എന്ന് പറഞ്ഞ് ഫ്ലൈറ്റിലൂടെ എത്തുകയും ചെയ്തു. അദ്ദേഹത്തെ കാണാൻ പോയി. ആ സമയത്ത് മോഡിജി തനിച്ചിരിക്കുമായിരുന്നു. ആ സമയത്ത് അദ്ദേഹം എവിടെയായിരുന്നു, എന്തൊക്കെയാണെന്നൊക്കെ ചോദിച്ചു. പിന്നീട് രാവിലെ വന്നേക്കൂ, നമുക്ക് ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, അതിനുശേഷം നിങ്ങൾ രാഷ്ട്രപതി ഭവനിലേക്ക് ചെന്ന് സത്യപ്രതിജ്ഞ എടുത്തോളെന്ന് പറഞ്ഞു. ഞാൻ ആ സമയത്ത് വളരെ ഷോക്കായി. ഇംഗ്ലീഷിലൊക്കെ പറയില്ലേ, ഫെൽ ഓഫ് മൈ ചെയർ. അദ്ദേഹം എൻ്റെ റിയാക്ഷൻ കണ്ടതിന് ശേഷം അദ്ദേഹം ഒരു കാര്യം മാത്രം എന്നോട് പറഞ്ഞു, ഞാൻ നിങ്ങളിനി രാജ്യസഭയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഇത് സെപ്റ്റംബർ 2, 2017 നടന്നതാണ്. ദ റെസ്റ്റ് ഈസ് ഹിസ്റ്ററി. താങ്കളുടെ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, താങ്കൾ മനസ്സ് വെച്ചിരുന്നതിൽ കനഡ ഗവൺമെന്റിൽ പോലും താങ്കൾ ഒരു മന്ത്രിയായേനെന്ന്. ജസ്റ്റിൻ ട്രൂഡോ 5 സിഖുകാരെയാണ് മന്ത്രിയാക്കിയത്. ജസ്റ്റിൻ ട്രൂഡോ ഉണ്ടല്ലോ, അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുമ്പോൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി എന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ അയച്ചു. അമൃത്സർ പോകാൻ വേണ്ടി അവരുടെ കൂടെ എന്നെ പറഞ്ഞയച്ചു. ഞാൻ അവിടെ പോകുമ്പോൾ ആ സമയത്ത് എൻ്റെ കൂടെ എൻ്റെ കൂട്ടുകാരനുണ്ടായിരുന്നു, സിദ്ധുജി. അദ്ദേഹം പഞ്ചാബ് സർക്കാരിലെ അമരീന്ദർ സിംഗ് സർക്കാരിൻ്റെ കീഴിൽ മന്ത്രിയായിരുന്നു. സോ ഞാൻ അവിടെ പോകുന്നത് കൊണ്ട് ക്യാപ്റ്റൻ സാർ എൻ്റെ കൂടെ സിദ്ധുവിനെയും പറഞ്ഞയച്ചു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അവരെ അമൃത്സർ എയർപോർട്ടിൽ വെച്ച് റിസീവ് ചെയ്തു. അവിടുന്ന് ഞങ്ങൾ അമൃത്സർ കൂട്ടിക്കൊണ്ടുപോയി. അവരോട് ഞങ്ങളുടെ കൂടെ വന്നിരുന്നു. ആ സമയത്ത് കനഡയുടെ കൂടെ നടന്ന ഡിസ്കഷനിൽ പണ്ടൊക്കെ ആ സമയം മുതൽ നടക്കുമായിരുന്നു. പിന്നെ ക്യാപ്റ്റൻ സാർ ട്രൂഡോവിനെ വന്ന് കാണില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. ഞാനപ്പോൾ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി വൈകുന്നേരം അവിടെ ചെന്നു. ആ സമയം അദ്ദേഹം ഹോട്ടലിലായിരുന്നു. അപ്പോൾ ക്യാപ്റ്റൻ സാർ, നിങ്ങൾ പഞ്ചാബിൻ്റെ ചീഫ് മിനിസ്റ്ററാണ്, വളരെ ഗ്രേഷ്യസ് ആണ് എന്ന് ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു തീർച്ചയായും കാണാമെന്ന്. ഇതെന്താണെന്ന് വെച്ചാൽ, തുടക്കം മുതലേ ഈ പ്രശ്നം താങ്കൾ സ്പെസിഫിക് ആയിട്ട് ഒരു കുറ്റാരോപണം നടത്തുകയാണ്. പക്ഷെ അപ്പോൾ ഞാൻ വരാം. ഞാനിപ്പോ ആ കാര്യത്തിലേക്കാണ് വരുന്നത്. സിഖ്സ് 5 പേരെന്ന് പറഞ്ഞില്ലേ? പിറ്റേ ദിവസം മോഡിജി രാഷ്ട്രപതി ഭവനിലെ ലഞ്ചിന് സമയത്ത് അവിടെ ഓൾറെഡി 5 സിഖ്സ് മന്ത്രീസ് ഉണ്ടായിരുന്നു. അവരിലൊരാൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, സീ ഹൗ ലക്കി ഐ എം, ഐ വെന്റ് ടു കനഡ ആൻഡ് ബിക്കം എ മിനിസ്റ്റർ. അവർ പറഞ്ഞത് എന്നെ കൂടെ താങ്ങാൻ കഴിഞ്ഞില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് ഐ സ്റ്റേഡ് ഇൻ ഇന്ത്യ, പക്ഷെ ഞാനും മന്ത്രിയാന്ന് പറഞ്ഞു. സോ ആ സമയത്ത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അവരുടെ മിനിസ്റ്റേഴ്സൊക്കെ, അതായത് ആ സമയത്ത് ഡിഫൻസ് മിനിസ്റ്ററായിട്ട് സജനായിരുന്നു ഉണ്ടായിരുന്നത്. ഒരുപാട് പേരുണ്ടായിരുന്നു. അദ്ദേഹം നമുക്കെതിരെ പറഞ്ഞ കുറ്റം എന്താണെന്ന് വെച്ചാൽ, ആക്ച്വലി ഇതിനെക്കുറിച്ച് പറയുവാണെങ്കിൽ എനിക്കിതിൻ്റെ കാര്യത്തിൽ കുറേ ഇൻഫർമേഷൻസ് അറിയില്ല. അതിൽ പല കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു എയർ ഇന്ത്യയുടെ ആക്സിഡൻറ്റ് സംഭവിച്ചു. അതായത് ഒരു ഫ്ലൈറ്റ് ക്രാഷ് നടന്നു. ആ ക്രാഷിൽ സംഭവിച്ചത്, അതായത് 150 പേരാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഒരുപാട് പേര് മരിച്ചു. ഇത് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു. നിങ്ങൾ ഈ പറയുന്ന കുറ്റം ആരെ സംബന്ധിച്ചാണ്? അവരൊരാളെക്കുറിച്ച് പറയുന്നു. അങ്ങേരുടെ പേര് എന്താണെന്ന് വെച്ചാൽ ഹർദീപ് സിംഗ് നിജർ. ഇദ്ദേഹം ഓൾറെഡി അവരുടെ സിസ്റ്റമിൽ തന്നെ അവർക്ക് വിസ കൊടുക്കാതെ കുറേ തവണ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. സോ അവിടെ അവർ അതുപോലെ ചെയ്യുമ്പോൾ അവര് കുറ്റം ആരോപിക്കുന്നത് ഇന്ത്യൻ ഓപ്പറേറ്റീവ്സിന്റെ മേലാണ്. അതായത് അവർ ആ സ്ഥലത്തേക്ക് പോയി അവിടെയുള്ള ഖാലിസ്ഥാൻവാദികളെ കൊല്ലുകയാണെന്ന്.
ഖാലിസ്ഥാൻ ആക്ടിവിസ്റ്റുകളെ കൊല്ലുന്നു എന്നൊരു അതെ പരാതി. അതെ അവരെ അവരെ ഇല്ലാതാക്കാൻ തീർക്കാൻ വേണ്ടിയായിരുന്നു. ഞാൻ തുടക്കം മുതലേ ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. ആ ഫ്ലൈറ്റ് ക്രാഷ് സംഭവിച്ചതും ഇന്ത്യൻ ഓപ്പറേറ്റീവ്സ് ആണ് അത് പോയി ചെയ്തത്. ഞാൻ പറയുന്നത് എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് ക്രാഷിനെ കുറിച്ചാണ്. അതല്ലാതെ അവിടെ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. യു കെയിലും കന്നഡയിലും ഒരുപാട് സൊസൈറ്റീസ് ഉണ്ട്. യു കെയിൽ ഞാൻ പോസ്റ്റിങ്ങിലായിരുന്നപ്പോൾ അവരുടെ ഫോറിൻ മിനിസ്ട്രി ഉണ്ടാകും, അതായത് കോമൺവെൽത്ത് ഓഫീസ്. ഞാൻ അവിടെ ചെന്ന് അവരോട് പറയുന്നത്, നിങ്ങൾക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, നമുക്കെന്ന് ഫ്രീഡമുണ്ട്, ഫ്രീഡം ഓഫ് സ്പീച്ച് ഉണ്ട്, ഞങ്ങൾ ഞങ്ങളുടെ സ്ഥലത്ത് ഇതുപോലത്തെ ഫ്രീഡമൊക്കെ ഉപയോഗിക്കും. പക്ഷേ നിങ്ങളുടെ ഫ്രീഡമൊക്കെ ആരാണ് ഉപയോഗിക്കുന്നത്? സോ ഓൾറെഡി അവിടെ ഒരു ഹിസ്റ്ററി ഉണ്ടായിരുന്നു. വയലൻസിൻ്റെയും എക്സ്ട്രീമിസത്തിൻ്റെയും ഡ്രഗ്സിൻ്റെയും. അതോടൊപ്പം ഇതൊക്കെ ആരാണ് ചെയ്യിപ്പിച്ചതെന്ന് ആ സമയത്ത് ഇന്ത്യൻ ഗവൺമെൻറ്, അതായത് എൻ്റെ കൊലീഗ് എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്നു, അരിന്ദം ബാഗ്ചി. അദ്ദേഹം ഒരു ഒഫീഷ്യൽ സ്പോർട്സ്മാനായിരുന്നു. അദ്ദേഹം ഒരു വലിയ പ്രസ് ബ്രീഫ് ചെയ്തു. അദ്ദേഹം പറഞ്ഞത്, നിങ്ങളുടെ അടുത്തുള്ള എല്ലാ ക്രെഡിബിൾസ് ആൻഡ് അലഗേഷൻ എപ്പോഴും ക്രെഡിബിൾസായി ഉണ്ടാവില്ലെന്ന് പറഞ്ഞു. അലഗേഷനാണ്. നിങ്ങളുടെ അടുത്ത് എവിഡൻസ് ക്രെഡിബിൾ ആണെങ്കിൽ ഞങ്ങളുടെ അടുത്ത് തരൂ. അല്ല, അമേരിക്ക എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഈ ന്യൂസ് ഫൈനാൻഷ്യൽ ടൈമിലും വന്നിട്ടുണ്ട്. പത്വന്ത് സിംഗ് പന്നുവിനെ കൊല ചെയ്യാൻ ശ്രമിച്ചിരുന്നു, അവരെയൊക്കെ അമേരിക്ക പിടിച്ചു, അങ്ങനെ അദ്ദേഹം സംരക്ഷിക്കപ്പെട്ടു. നോക്കൂ സാർ, ഞാൻ നിങ്ങളോട് രണ്ട് കാര്യം പറയാം. അതായത് ഒന്നെന്താണെന്ന് വെച്ചാൽ, വേൾഡ് വൈഡ് ഫേമസ് മീഡിയ പേഴ്സണാലിറ്റി, ഞാനും നിങ്ങളും ന്യൂയോർക്ക് ടൈംസും ഫൈനാൻഷ്യൽ ടൈംസും പഠിക്കുന്നു. ഒരു പക്ഷേ ഞാൻ ഈ ഫിനാൻഷ്യൽ ടൈംസൊക്കെ പറയുന്നത് സത്യമാണെന്ന് ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം തന്നെ ആകെ കഷ്ടമായിരിക്കും. അവർ ഓയിൽ പ്രൈസ് റിപ്പോർട്ട് എഴുതുന്നു, ദിവസേന പുതിയതായാണ് എഴുതുന്നത്. അതായത് ഈ ഗുൻവന്ത് സിംഗ് പണ്ണു എന്ന് വിചാരിക്കുന്നു. ആരാ അദ്ദേഹം? ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ന്യൂയോർക്കിലേക്ക് വന്നിരുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ശങ്കർ മേനൻ ഫോറിൻ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം ഈ ഡെലിഗേഷനിൽ എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ, ഒരുപക്ഷെ നിങ്ങൾ റോട്ടിൽ നടക്കുമ്പോൾ ആരെങ്കിലും നിങ്ങളുടെ കയ്യിൽ പേപ്പർ കൊടുക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞു. ആ സമയത്ത് പന്നൂജി ഇതാണ് ചെയ്തിരുന്നത്. ആ സമയത്ത് ആ ഭാഗത്ത് ആരെങ്കിലും പോകുന്നത് കണ്ടാൽ അവർ ഇന്ത്യയിലാണെങ്കിൽ അവരോട് കൺസിഡർ റിഹേഴ്സൽ സെർവ്. ഇത് ടി വിയിലെ ഇല്ലീഗൽ പ്രോഗ്രാം പോലെയല്ലേ, കൺസിഡർ റിഹേഴ്സൽ സെർവ്. സോ ഇയാൾ ആരാണെന്ന് വെച്ചാൽ, ഇപ്പോൾ 10-15 ദിവസം മുമ്പ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരുന്നു. നവംബർ 18 എയർ ഇന്ത്യയുടെ ഒരു ഫ്ലൈറ്റ് ക്രാഷ് എന്ന് പറയുന്നു. സോ ഈ ഫൈനാൻഷ്യൽ ടൈംസ് ഇത് കാരണം ഇപ്പോൾ ആകെ തലവേദനയായി. ഇയാൾക്ക് ഒരു ഓർഗനൈസേഷനുണ്ട്. അതിൻ്റെ പേര് എന്താണെന്ന് വെച്ചാൽ സേക്ക് ഫോർ ജസ്റ്റിസ്, അതായത് അതുപോലത്തെ SFJ എന്ന്. അതായത് അതിൻ്റെ ഫണ്ടിങ് പാകിസ്ഥാൻ ISI എന്നാണ് ഇവിടെ വരുന്നത്. ആരെങ്കിലും ഒരു ഇന്ത്യൻ പേഴ്സണൽ ജോലിക്ക് വേണ്ടി അവിടെ പോകുവാണെങ്കിൽ അവരുടെ കയ്യിൽ ഇത് കൊടുത്തയച്ചേക്കും. ഇതുപോലത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നു. ഇതൊക്കെ ഞാൻ പറയാൻ പാടില്ല. ഞാൻ ഫോറിനിൽ 39 കൊല്ലം സർവീസായിരുന്നു. സീക്കും തമ്മിൽ നല്ല റിലേഷൻഷിപ്പാണ്. ഇതുപോലെ ഒരിക്കലും നടന്നിട്ടേയില്ല. ഞങ്ങളതൊക്കെ മുഴുവനും റിവേഴ്സ് ആയിരിക്കും. ഇയാളാണെങ്കിൽ എന്തൊക്കെയൊക്കെയോ ചെയ്യുന്നു, പക്ഷേ ഇയാളെ ആണെങ്കിൽ ആരും ഒന്നും ചെയ്യുന്നുമില്ല. ഇപ്പോൾ അയാൾ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എയർ ഇന്ത്യയും അവൻ ക്രാഷ് ചെയ്യുന്നതാണ് അവൻ പറഞ്ഞിരിക്കുന്നത്. പഞ്ചാബ് ഗവൺമെൻറ് NIA കേസ് കൊടുത്തിരിക്കുന്നത്. സോ ഇവരിതൊക്കെ ആൾക്കാരെ ഒന്നും നമ്മുടെ ആൾക്കാരൊന്നും ചെയ്യില്ലേ? അതായത് സാർ, എൻ്റെ മനസ്സിലൊരു വിചാരമുണ്ട്, പക്ഷെ ഞാനതിവിടെ പറയാൻ പാടില്ല. എന്നെ സംബന്ധിച്ചോളം ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയുകയാണ്, നമ്മുടെ സിസ്റ്റം അങ്ങനെയല്ല. നമ്മളൊക്കെ ഇതുപോലത്തെ കാര്യങ്ങളിൽ എന്തുകൊണ്ട് ഇതിനെ ടോളറേറ്റ് ചെയ്യണം? ഈ പന്നു കുറേ കൊല്ലങ്ങളായി അവിടെയാണുള്ളത്. വലിയ സ്റ്റേറ്റ്മെൻ്റ് എല്ലാം കൊടുക്കുന്നു. 18 നവംബർ അന്നാണെന്ന് തോന്നുന്നു എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് ക്രാഷ് ചെയ്തെന്ന് പറയുന്നു. അതായത് ദിസ് കൈൻഡ് ഓഫ് പേഴ്സൺസ് മെനസ് ടു ദ സൊസൈറ്റി. അതോടൊപ്പം അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അതായത് എക്സ്റ്റേണൽ മിനിസ്ട്രി പറഞ്ഞത് തീർച്ചയായും എൻക്വയറി ചെയ്യുന്നതാണ്. സാർ, ഇതിൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ എല്ലാം അറിയാം. ഇതുപോലത്തെ സ്റ്റേറ്റ്മെൻറ്റ് കാരണം ആർക്കാണ് പ്രയോജനം? സ്റ്റേറ്റ്മെൻറ്റ് ഇവർ ഡിനൈ ചെയ്യുന്നില്ല. ക്രാഷ് ചെയ്യുമെന്ന് പറഞ്ഞത് അവൻ ഡിനൈ ചെയ്തില്ലല്ലോ. അദ്ദേഹം വീഡിയോയിൽ ഈ സ്റ്റേറ്റ്മെന്റ് നൽകിയിരുന്നു. അദ്ദേഹം ധാരാളം വീഡിയോകൾ ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കുക. പക്ഷേ പാകിസ്ഥാനിൽ നിന്ന് ഇപ്പോഴൊക്കെ ന്യൂസ് വരുന്നുണ്ട്, ഹഫീസ് സയ്യിദിന്റെ നെഫ്യൂവിനെ കൊന്നു, മസൂദ് അസറിന്റെ സുഹൃത്തിനെ കൊന്നു എന്ന്. ഇപ്പോ നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? വി ഷുഡ് ഓൾ സെറ്റ് ടിയർ ടു ദിസ്? അല്ല, ഞാനെന്താ ചോദിക്കുന്നതെന്ന് വെച്ചാൽ, ഇതൊക്കെ ചെയ്യുന്നത് നമ്മുടെ ആൾക്കാരാണോ? ഒരു കാര്യം സർ, ഇപ്പോ
അതായത് ഫോറിൻ സെക്യൂരിറ്റി പോളിസിയിൽ വിഷൻ മേക്കിങ്ങിൽ എനിക്കൊന്നും യാതൊരു ബന്ധവുമില്ല. ചില ആളുകൾ അങ്ങനെ വേണമെന്ന് പറയുന്നു, അത് വേറെ കാര്യം. പക്ഷെ നമ്മളൊക്കെ അതുപോലെ പബ്ലിക്കിന് സന്തോഷമാണ്. ഇത് നിങ്ങൾക്ക് പറയാൻ പറ്റും, പക്ഷെ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. അതായത് ഇതെന്താണെന്ന് വെച്ചാൽ ഇപ്പോഴൊക്കെ എന്താണ് ചെയ്യാത്തത്? പക്ഷേ ഇവരുടെ ഓപ്പോസിഷനിൽ നടന്ന ഫൈറ്റ് കണ്ടില്ലേ? പിന്നെ ബലോച്ചിൽ നടന്ന കാര്യം കണ്ടു നോക്കൂ. നമ്മുടെ പബ്ലിക് ഇതിനെ കണ്ടെല്ലാം സന്തോഷിക്കുന്നത് അവിടെ ഇതൊക്കെ നടക്കുന്നത് കൊണ്ട് മാത്രമല്ല. ഇവർ നമുക്ക് വേണ്ടി എന്താണ് ചെയ്യാത്തത് പറയൂ. ലഷ്കർ എ തൊയ്ബ അവരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് പറയുന്നേ. അതോടൊപ്പം ഇപ്പോൾ നമ്മൾ മോഡിജി വന്നതിന് ശേഷം അതോടൊപ്പം മോഡിജിയുടെ ഡിസിഷൻ മേക്കിംഗ് കാരണമാണ്. അതുമാത്രമല്ല, നമ്മുടെ സ്മാർട്ട് സിറ്റിയിൽ ശ്രീനഗറിനെ കുറിച്ച് ദിവസേന ന്യൂസ് വരുന്നുണ്ട്. എയർ ട്രാഫിക് എല്ലാം വളരെ ക്ലിയർ ആണ്. ഇതൊക്കെ ഇപ്പോഴാണ് ചെയ്തത്. നമ്മുടെ ഭാഗത്തുനിന്ന് ശരിയാക്കാൻ അവർ നടത്തിയ ശ്രമങ്ങളെക്കുറിച്ച് നമ്മൾ ഒരു കുറ്റവും പറയാൻ പറ്റില്ല. പക്ഷേ ഈ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തിൽ എന്ത് മാറ്റമാണ് സംഭവിച്ചതായിട്ട് താങ്കൾക്ക് തോന്നുന്നത്? സീ ചേഞ്ച്. അതായത് ഫോറിൻ ആൻഡ് സെക്യൂരിറ്റി പോളിസിയിൽ പറയുവാണെങ്കിൽ മോഡിജിയുടെ 9 വർഷം, ഇപ്പോൾ 10 വർഷമായി. നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ലോകം മുഴുവനും നമ്മുടെ പേര് മാറ്റി. 3 കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിലുണ്ട്. ഒന്ന്, അദ്ദേഹം തരുന്ന വാക്കുകൾ, അദ്ദേഹം ചെയ്യുന്ന ആക്ടിവിറ്റീസ്, അദ്ദേഹം പറയുന്നത് അദ്ദേഹം തീർച്ചയായും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ഇതിൽ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് നാടിനെക്കുറിച്ചുള്ള ഒരു സ്വപ്നമുണ്ട്, ഒരു വിഷനുണ്ട്. ഞാനൊന്നും വലുതാക്കി പറയുന്നില്ല. 2047 നമ്മളൊരു ഡെവലപ്ഡ് കൺട്രി ആയിരിക്കും. ഇതേ വഴിയിൽ പോകുവാണെങ്കിൽ അദ്ദേഹം പറഞ്ഞത്, അതായത് ഞാൻ എൻ്റെ ക്യാബിനറ്റിനെ കുറിച്ച് സംസാരിക്കുകയല്ല, ലോകം മുഴുവനും നമ്മൾ 1700കളിൽ നോക്കുവാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ എക്കണോമി ലോകത്തിൻ്റെ എക്കണോമിയിൽ 25-27% കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു. 190 വർഷം ഭരണത്തിന് ശേഷം അതങ്ങനെ 1% ആയി. ഇപ്പോൾ മോഡിജി ഭരണത്തിന് വന്നതിന് ശേഷം തുടക്കത്തിൽ ഇന്ത്യയുടെ എക്കോണമി 10ാമത്തെ സ്ഥാനത്തായിരുന്നു. ഇപ്പോൾ 5ാമത്തെ സ്ഥാനത്തേക്ക് ഓൾറെഡി വന്നു കഴിഞ്ഞു. ഞാനിപ്പോൾ റീസെൻ്റായി റിപ്പോർട്ട്സ് എല്ലാം കണ്ടു നോക്കി. നമ്മളിപ്പോൾ ഓൾറെഡി 4 ട്രില്യൺ എക്കോണമിയിലാണ് ഉള്ളത്. നമ്മുടെ മുമ്പിലുള്ളത് ജർമ്മനി ആൻഡ് ജപ്പാനാണ്. 4.1-4.3 ട്രില്യണിലാണ്. നമ്മുടെ റേറ്റ് ഓഫ് ഗ്രോത്ത് 6.5%. അവിടുത്തെ റേറ്റ് ഓഫ് ഗ്രോത്ത് 0.9%. ഒരു വർഷം അല്ലെങ്കിൽ 1.5 വർഷത്തിനുള്ളിൽ ഈ ലോകത്തിൻ്റെ ഏറ്റവും വലിയ കൂടുതൽ എക്കണോമിയിൽ ഇന്ത്യയും തീർച്ചയായും ഉണ്ടാകും. മോഡിജി ചെയ്ത് കാണിച്ച മറ്റൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, അത് അദ്ദേഹം ടീമിലുള്ളത് കൊണ്ട് ഞാൻ ഇതുപോലെ പറയാമെന്ന് വിചാരിക്കേണ്ട. ഈ ഡീപ്ലി ഡിവൈഡഡ് വേൾഡിൽ മോഡിജിയെ കൊണ്ട് ഒരു യൂണിഫയർ റോൾ പ്ലേ ചെയ്യാനും കഴിയും. അദ്ദേഹം ചെയ്തും കാണിച്ചിട്ടുണ്ട്. എല്ലാ ലിബറൽസും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ അഗ്രിമെന്റ് കൊള്ളത്തില്ല, ഒന്നിലും ആവില്ലെന്ന് പറഞ്ഞു. ചൈനയുടെ പ്രശ്നം റൂസി ഒരിക്കലും ഏൽക്കില്ല, അമേരിക്ക സമ്മതിക്കില്ല, അവർ സമ്മതിക്കില്ല, ഇവർ സമ്മതിക്കില്ല, മുഴുവൻ ക്രെഡിറ്റ് ഞാൻ തരുന്നു. അതായത് മോഡിജിയുടെ ആ ടീം മോഡിജിയുടെ നേതൃത്വത്തിൽ ഡീറ്റെയിലായി അറിഞ്ഞുകൊണ്ട് ഫോറിൻ മിനിസ്ട്രിയിൽ അമിതാഭ് കാൻ എന്നൊരാളുണ്ട്. അദ്ദേഹത്തിനൊരു ഷൂ സർപ്പായുണ്ട്, ഡെപ്യൂട്ടി സർപ്പായുമുണ്ട്. ചില സമയങ്ങളിൽ അദ്ദേഹം എന്നെ വിളിക്കുമായിരുന്നു. ഇതൊക്കെ എങ്ങനെയാണ് ശരിയാവുക, അതെല്ലാം എങ്ങനെ സമ്മതിക്കാൻ ചോദിക്കും. 2 ദിവസം മുമ്പ് ഞാൻ വിളിച്ചിരുന്നു. എല്ലാം പെട്ടെന്ന് സമ്മതിക്കും ഞാൻ പറഞ്ഞു. G20യെ തൻ്റെ രീതിയിൽ നയിച്ച ആ ഡിറ്റർമിനേഷൻ കാണുമ്പോൾ അതിൽ യാതൊരു പ്രശ്നവും വന്നില്ല. G20 മീറ്റിംഗ്സ് എപ്പോഴും ക്യാപിറ്റൽസിലാണ് നടക്കുക. നിങ്ങൾ ഏകദേശം 200 മീറ്റിംഗ്സ് ഞങ്ങൾ വേറെ വേറെ നാടുകളിലാണ് ചെയ്തത്. മോഡിജിയുടെ ഇൻട്രസ്റ്റിൽ പേഴ്സണലി ഉണ്ടായിരുന്നു. അതോടൊപ്പം ആ സമയത്ത് പറഞ്ഞിരുന്നത്, റൂസും ഉക്രൈനും മത്സരിക്കുമ്പോൾ മോഡിജി പറഞ്ഞത് എന്താണ്? ദിസ് ഈസ് നോട്ട് ടൈം ഫോർ വാർ. അതായിരുന്നു അന്നത്തെ അൾട്ടിമേറ്റ് തീം. സോ എന്നെ സംബന്ധിച്ചോളം അദ്ദേഹം ഈ 9-10 കൊല്ലം കൊണ്ട് കുറേ ചേഞ്ച് ആയിട്ടുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രിയുടെ ആവാസ് യോജന ഒരുപാട് സക്സസ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഉജ്വാല യോജന നല്ലോണം പോകണമെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ മെട്രോ സിസ്റ്റം വേൾഡിൽ സെക്കൻഡ് ആകാൻ പോകുന്നു. ഞാൻ അതിനുവേണ്ടി പറയുകയല്ല, ഒരു നാഷണൽ സ്പിരിറ്റ്. ഉദാഹരണത്തിന് നിങ്ങൾ ചന്ദ്രയാൻ എടുക്കുകയാണെങ്കിൽ, ഇൻ ഓൺ ദി മൂൺ ഓർ ഓവർ ദ മൂൺ, നിങ്ങളുടെ വളർച്ച സ്പോർട്സിലുമുണ്ട്, മറ്റെല്ലാ സ്ഥലങ്ങളിലുമുണ്ട്. ഇതെല്ലാം ലീഡറിന്റെ റോളാണ്. ഇതെല്ലാം അദ്ദേഹം വളരെ മികച്ച രീതിയിലാണ് കൊണ്ടുപോകുന്നത്. എന്നെ സംബന്ധിച്ചോളം അദ്ദേഹം ഇപ്പോൾ വരുന്ന കാലങ്ങളിൽ, ഞാൻ ഇലക്ഷന് വേണ്ടി പറയുകയല്ല, ഞാനത് വേറൊരു കാരണത്തിന് വേണ്ടിയും പറയുകയാണ്, ഞാൻ ഈ വോട്ട്സിന് വേണ്ടി പറയുകയല്ല,
ഇന്ത്യയെ ഒരു സ്പിരിറ്റ് പോലെ നിർത്തി. ഓക്കേ, അതാണ് മോദി ഇന്ത്യയുടെ സ്പിരിറ്റ് സംരക്ഷിച്ചു എന്ന് ഞാൻ സമ്മതിക്കുന്നു. ഇന്ന് ഇന്ത്യയെ ലോകത്തിന്റെ ഒരു ലീഡറായി അദ്ദേഹം കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ എക്കണോമിയും നന്നായിട്ട് വളരുന്നുണ്ട്. ഇന്ന് ഇന്ത്യ നല്ലൊരു പൊസിഷനിലാണ് ഉള്ളത്. പക്ഷേ അയൽ രാജ്യമായ പാകിസ്ഥാനിൽ പട്ടിണിയാണ്. ഒരു നേരത്തെ ആഹാരം പോലും ലഭിക്കുന്നില്ല. ജനങ്ങൾ കരയുകയാണ്. ഞങ്ങൾ ദിവസവും ടി വിയിൽ കാണുന്നുണ്ട്. എന്നിരുന്നാൽ പോലും അവർ വെറുതെ ഇരിക്കുന്നില്ല. ദിവസവും ടെററിസ്റ്റിനെ ഇങ്ങോട്ട് അയച്ചുകൊണ്ടിരിക്കുക. അതായത് സാർ, ഒരു നാട് ഏത് നാടെങ്കിലും ആയിക്കോട്ടെ, അത് ഒരു കൊലാപ്സ് സ്റ്റേജിലേക്ക് വരുമ്പോൾ, അതായത് ഒരു ലോ സ്റ്റേജിലേക്ക് എത്തിപ്പെടുമ്പോൾ, ആ സമയത്ത് അവരവരുടെ വഴി മാറ്റുമെന്ന് നിങ്ങൾ പറയുന്നത് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. പാകിസ്ഥാനിൽ 8 മണിക്കൊക്കെ കറണ്ട് ഓഫാക്കി കളയും. ഇപ്പോൾ അവിടെ പെട്രോൾ പെർ ലിറ്റർ 380 രൂപയാണ്. അവിടുത്തെ ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് എന്താണെന്ന് വെച്ചാൽ, പാസ്പോർട്ട് അവരെ കൊണ്ട് പ്രിൻ്റ് ചെയ്യാൻ കഴിയുന്നില്ലത്രേ. കാരണം അവരുടെ അടുത്ത് ലാമിനേറ്റ് പേപ്പറിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ കേട്ടു. പക്ഷേ പാകിസ്ഥാനിൽ 40 കൊല്ലം ഡിപ്ലോമാസി കാരിയറിൽ 40 പറയാൻ പറ്റില്ല, ഏകദേശം ഒരു 45 ഉണ്ടാകും ഈ കാരിയറിൽ. പാകിസ്ഥാൻ്റെ അവസ്ഥ എപ്പോഴും ഇതുപോലെ മോശകരമായിട്ടില്ല. ഇപ്പോഴത്തെ പാകിസ്ഥാനിലെ അവസ്ഥ ഒരു എൻവയറമെൻറ്റ്, അത് ഒരു ഡിസ്പറേഷൻ എൻവയറമെൻ്റ് ആണ്. അതുകൊണ്ട് ഇവിടെ വഴക്കുകളൊക്കെ വല്ലപ്പോഴൊക്കെ സംഭവിക്കും. പക്ഷേ ഇത് ഫ്യൂച്ചറിൽ എന്താവെന്ന് വെച്ചാൽ, എനിക്ക് തോന്നുന്നത് വരാൻ പോകുന്ന കാലങ്ങളിൽ ഞാൻ മാത്രമല്ല പാകിസ്ഥാനീസ് ഇതാണ് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നല്ലോണം ജോലി ചെയ്തു. അതെന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഞങ്ങളുടെ കൂടെയല്ല, അല്ലെങ്കിൽ നിങ്ങൾ മേലോട്ട് പോകുന്നത് ഞങ്ങൾ തടഞ്ഞിട്ടുണ്ടാകും. ഒരുപാട് പേര്. പക്ഷെ അവരുടെ സെൻസ് ഓഫ് ഹ്യൂമർ വളരെ നന്നായിട്ടുണ്ട്. അതായത് ചന്ദ്രയാൻ ലാൻഡ് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള ജനങ്ങൾ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, അവരെവിടെയാണ് ലാൻഡ് ചെയ്തത്? ഞങ്ങളും ആ ചന്ദ്രനിൽ തന്നെയാണ് ഉള്ളത്. കാരണം ഇവിടെ ഞങ്ങൾക്ക് ഇരുട്ടുമാണ്, ഇവിടെ കുടിക്കാൻ വെള്ളവും ഇല്ലെന്ന്. അതെ, ശരിയാണ്. അവിടെയുള്ളവരുടെ വിചാരം മുഴുവനും ഇതാണ്. നിങ്ങൾ വേണമെങ്കിൽ കണ്ടോളൂ, ഇത് കുറച്ച് ദിവസത്തേക്കാണ്. പാകിസ്ഥാനിലെ ചില സ്ഥലങ്ങളിലുള്ളവർ പറയുന്നത് ഞങ്ങൾ ഇന്ത്യയിലെ കൂടെ ചേരാൻ ആഗ്രഹിക്കുന്നു എന്ന്. അതുമാത്രമല്ല ഇതിലൊരു പുതിയ കാര്യം കൂടിയുണ്ട്. പാകിസ്ഥാനിൽ പഞ്ചാബീസും ഒരുപാട് പേരുണ്ട്. പഞ്ചാബി ഡോമിനേറ്റഡ് എലിറ്റ് ഉണ്ട്. അവരുടെ ചിന്തകളിലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. സോ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഭാഗത്ത് സക്സസ് കണ്ട് ജലസി ഉണ്ടാകും, മറ്റൊരു വശം അതവർ റിയലൈസും ചെയ്യും. അതായത് 10-15 കൊല്ലം മുമ്പ് ഇവിടെ എന്താണ് സംഭവിച്ചത്? ഒരു കാര്യത്തിൽ ഇന്ത്യനെക്കുറിച്ച് ഏതൊരു ഡിസ്കഷൻ ചെയ്യണമെങ്കിലും ഇന്ത്യ ഓർ പാകിസ്ഥാൻ എന്ന ഒരു ഈക്വേഷൻ പ്ലാൻ ചെയ്യും. ഇന്ത്യ പാകിസ്ഥാനൊക്കെ സംസാരിക്കും. പക്ഷേ ഇപ്പോൾ അതില്ല. നമ്മളിപ്പോൾ ഒരു ഡിഫറെൻറ്റ് ലീഗിൽ വന്നു കഴിഞ്ഞു. ഇവിടെയും ജനങ്ങൾ കാണുന്നുണ്ട്. അതുപോലെ നമ്മുടെ നാട്ടിലുള്ള കോടിക്കണക്കിന് ജനങ്ങളും ഇത് കാണുന്നുണ്ട്. താങ്കളുടെ അനുഭവങ്ങൾ മനസ്സിലാക്കാൻ അവർ ശ്രമിക്കുന്നു. പാകിസ്ഥാൻ ഓക്കുപൈ ചെയ്ത കാശ്മീർ നമുക്ക് എപ്പോൾ തിരിച്ചു കിട്ടുമെന്നാണ് അവർ ചോദിക്കുന്നത്. എത്രയും പെട്ടെന്ന്. ഞാൻ ജനീവയിലെ അംബാസിഡർ ആയിരിക്കുമ്പോൾ പാകിസ്ഥാൻ്റെ അംബാസിഡർ പെർമനൻ്റ് റെപ്രസെൻറ്റേറ്റീവ് ഒരാളുണ്ടായിരുന്നു. ഞാൻ ന്യൂയോർക്കിലേക്ക് പോകുമ്പോൾ അദ്ദേഹവും ന്യൂയോർക്കിലേക്ക് വന്നു. അവരെ വിളിച്ചത് അവരായിരുന്നു. പാകിസ്ഥാൻ ഓക്കുപ്പൈഡ് കാശ്മീരിനോടൊപ്പം പ്രസിഡൻ്റ് ആകാൻ വേണ്ടിയാണ് വിളിച്ചിരുന്നത്. സോ എൻ്റെ മനസ്സിൽ ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ തോന്നും. വരണമെങ്കിൽ ഇവിടെ വന്നേക്ക് എന്നും പറയാൻ തോന്നും.